ഹലോ ആർമീസ്, ദിസ് ഈസ് മൈ ഫസ്റ്റ് FF ട്രൈ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അറിയുമെന്ന് ചോദിച്ചാൽ അറിയില്ല. ഡബിങ് ആയാലും എഡിറ്റിംഗ് ആയാലും ഞങ്ങളെ കൊണ്ട് രീതിയിലാണ് ചെയ്തേക്കണേ. എഡിറ്റിംഗ് പ്രോ, ഡബിങ് പ്രോ ഒന്നും അല്ല. അപ്പോ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോ ഇതിൽ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് പാർട്ട് ഞങ്ങൾ അത് ശരിയാക്കി വരുന്നതാണ്. അപ്പൊ നമുക്ക് FFലോട്ട് പോകാം. ഹലോ, ഗുഡ് മോർണിംഗ് ടു ആൾ. അപ്പൊ ഞാൻ വിളിക്കുന്നവര് ഇപ്പൊ തന്നെ എന്റെ ക്യാബിനിലോട്ട് വരേണ്ടതാണ്. ജിയ, നീനു, നിച്ചു, അമ്മു ആൻഡ് ആദി. പ്ലീസ് കം ടു മൈ ക്യാബിൻ. ഇനി അതൊന്ന് പറഞ്ഞ് ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. വേഗം വായോ. അയാളെ നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര ചൂടനാ. ഇനി അത് മതി നമ്മളെ ഇവിടുന്ന് പുറത്താക്കാം. വേഗം വായോ, എന്താന്ന് വെച്ചാ കേട്ടിട്ട് വരാം. അതെ, ആദ്യം പറഞ്ഞ ശരി. വേഗം വായി, നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. എന്തിനുള്ള ഇതാണെന്ന് അറിയില്ല. അവിടെ ചെന്ന് എന്താണെന്ന് വെച്ചാൽ കയ്യോടെ വാങ്ങിട്ട് നമുക്ക് പോരാം. മേ കം ഇൻ സർ? യാ കമി. എല്ലാരും വന്നോ? വേഗം വരുക. ഇവിടെ വന്ന് എല്ലാരും ഇരിക്കും. സാർ, ഞങ്ങൾ എന്തിനാ വിളിപ്പിച്ചേ അത് പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തിനെ വിളിപ്പിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു പുതിയ നിധിയെ കണ്ടെത്താനുള്ള ഒരു ഇൻഫോർമേഷൻ. അപ്പൊ അതിനുള്ള അനുയോജ്യമായ ആളുകൾക്ക് നിങ്ങളാണെന്ന് തോന്നി. കാരണം നിങ്ങളുടെ നല്ല ക്വാളിറ്റി, നിങ്ങൾ ഏതൊരു ദൗത്യം ഏറ്റെടുത്താലും നിങ്ങളത് സക്സസ്ഫുൾ ചെയ്യാൻ നിങ്ങൾ ഇരിക്കത്തില്ല. അപ്പോ ആ ദൗത്യം നിങ്ങൾ ഏൽപ്പിക്കാനാണ് നിങ്ങളെ വിളിപ്പിച്ചത്. അല്ല സാർ, ഞങ്ങളെ കൊണ്ട് പറ്റൂ? നിങ്ങളെ കൊണ്ട് പറ്റാണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. അതില് നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത്. പറ്റില്ലെങ്കിലും നിങ്ങൾ അത് കണ്ടെത്തി തരണം. അതാണ് നിങ്ങൾക്കുള്ള ദൗത്യം എന്ന് പറയുന്നത്. എന്നാലും സാർ, ഒരു എന്നാലും ഇല്ല, നിങ്ങൾ ചെയ്തിരിക്കണം. എനിക്കിനി ഒന്നും പറയാനില്ല. ഈ മീറ്റിംഗ് ഡിസ്മിസ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് പോവാം. ഇനി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളെ പുറത്തോക്കെ അറിയിക്കുന്നതാണ്. താങ്ക് യു സർ. എന്റെ അമ്മൂന്ന് പറയുന്നത് അയാളെ കേൾക്കും. നിനക്കറിയാലോ, അയാളെ ചെവി ചുറ്റും ഈ ഓഫീസ് മൊത്തം ഉണ്ട്. എന്ത് മെല്ലെ പറഞ്ഞ കാര്യങ്ങൾ അങ്ങേക്ക് കേൾക്കുന്നത്. മെല്ലെ പറഞ്ഞേ. എല്ലാരും വേഗം വായോ. ആ ചായ കഴിക്കല് കുറെ നേരമായി. നിങ്ങൾ ഞാൻ എത്ര വട്ടമായി വിളിക്കുന്നു. വേഗം വായോ, എനിക്ക് ചൂടാറുത്. നിങ്ങളെ കൊണ്ട് തോറ്റുന്നുണ്ടോ? ഏത് സമയം തല്ലുകൂട്ടാം. ഇവിടെ മനുഷ്യൻ യാദൃശിക ഓഫീസിൽ തന്നെ സാറ് തന്ന വർക്ക് പോലെ വെച്ച് പേടിച്ചോണ്ടിരിച്ചു. അപ്പൊ അവർക്ക് ഒരു തല്ലുകൂട്ടം നിർത്തിക്കൊണ്ടു. ഇതെന്തത് മെയിലോ? ഇത് ഓഫീസിന് സാറ് അയച്ചാലോ? ഇതല്ലേ? നിങ്ങളൊന്ന് വേഗം വന്നിങ്ങട്ട്. ദേ ഓഫീസിന് സാറ് ആ മിഷന്റെ ഭാഗമായിട്ടാണ് മെയിൽ അയച്ചേക്കണു. വേഗം വാ, നമുക്കിത് എന്താന്ന് നോക്കാം. ഇതെന്തത് മാപ്പോ? ഇതെന്തത് മാപ്പൊക്കെ? ഇതൊന്നും മനസ്സിലാവണില്ലല്ലോ. ഇങ്ങോട്ട് കാണിച്ചു വെച്ചു നോക്കട്ടെ ഞാൻ. ഓ, ഈ മാപ്പ് ഇത് നമുക്കുള്ള ഒരു ഹിന്റ് ആണ്. ഈ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ആ നിധി എവിടെയാണോ ഉള്ളത് വെച്ചാ കണ്ടെത്താൻ പറ്റുള്ളൂ. ഓ, അങ്ങനെയല്ലേ. അപ്പൊ നമ്മൾ എന്നാണ് ഈ മിഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്?
അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അതിനുള്ള പ്ലാനും പ്രിപ്പറേഷനും ഒക്കെ നമുക്ക് ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കണം. അപ്പൊ ഗൂയിസ്, നിങ്ങളെല്ലാരും റെഡി അല്ലേ? നമ്മുടെ മിഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പം ഇത് നമ്മുടെ നല്ലൊരു തുടക്കാവട്ടെ. വെക്കി കൈ. അങ്ങനെ അവർ അന്ന് രാത്രി എല്ലാ പ്രിപ്പറേഷൻസും അതേപോലെ എല്ലാ വേണ്ട പ്ലാനിങ്സും എല്ലാം എടുത്ത് അവർ അന്ന് രാത്രി ഉറങ്ങുന്നു. ഇതാരീ വിളിക്കണേ? സാറോ? ഹലോ സാർ. ഹലോ നിച്ചു, എന്തായി കാര്യങ്ങളൊക്കെ? അപ്പൊ നിച്ചു, നിങ്ങളെല്ലാരും മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറെടുപ്പല്ലേ? പോവല്ലേ ഇന്ന്? അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എനിക്കറിയാം നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമല്ലാത്ത ഒരു ഏർപ്പാടാണ്, നിങ്ങൾ അതിനെ കുറെ പ്രാഗിക്കുന്നാണെന്ന് എനിക്കറിയാം. ഇത് നമ്മുടെ കമ്പനിക്ക് ഏറ്റവും നല്ലൊരു പ്രോഫിറ്റും അതേപോലെ നല്ല ഗ്രോത്ത് ഉള്ള ഒരു ഇതാണ്. അപ്പൊ അത് കണ്ടുപിടിക്കുന്നത് എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമാണ് നിങ്ങളെ കൊണ്ട് ആ മിഷൻ തന്നെ ഏൽപ്പിക്കാൻ കാരണം. അപ്പൊ നിങ്ങളെല്ലാരും അത് കണ്ടെത്തുമ്പോൾ എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. അപ്പോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. പിന്നെ സാർ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലെന്ന്. കാര്യം ശരിയാ, ഞങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല. ബട്ട് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയല്ലേ. നിങ്ങൾ എന്തായാലും ഇത് കണ്ടെത്തും സാർ. ഞങ്ങൾക്ക് ആ ഒരു വിശ്വാസം ഉണ്ട്. കണ്ടെത്തി ഉടനെ സാറിനെ വിളിക്കാം. ഓക്കെ നിച്ചു, ഇതാണ് എനിക്ക് വേണ്ടത്. നിങ്ങളുടെ ഈ തന്റെടവും നിങ്ങളുടെ ആ വാശിയും എല്ലാം എനിക്കിപ്പോ നല്ല വിശ്വാസമുണ്ട്. നിങ്ങളത് കണ്ടെത്തിയിട്ടേ ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഇതെന്താ ഈ കാറ് സ്റ്റോപ്പായേ? ഇതെന്ത് പറ്റി? എടാ ആദി, നീ ഇതിനെ കാറ് നിർത്തിയേ? ഇതെന്താ ഈ കാട്ടുപൊക്കിലെ കാർ നിർത്തിയടാ? എന്റെ നിച്ചു, ഞാൻ നിർത്തിയതല്ല. ഈ കാറിന് എന്ത് പറ്റി എനിക്ക് അറിയില്ല. ഇതെന്ത് ഓടാത്ത? 1 മിനിറ്റ്, ഞാൻ ബോണറ്റിന് ചെക്ക് ചെയ്തിട്ട് വരാട്ടോ. അന്ന നീ പോയി നോക്ക്, ഞാനിപ്പോ കാറൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. ഈ ബോണറ്റിനൊരു പ്രശ്നം കാണിക്കണല്ലോ. പിന്നെ ഈ കാർ നിന്ന് എന്തത്? നിച്ചു, നീ ആ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ. ഇവിടെ ഒരു പ്രശ്നം കാണിക്കില്ല, ഒന്ന് നോക്കിയേടി. എടാ എടാ പൊട്ടാ, ഫ്യൂവല് തീർന്നതാടാ. നീ എന്താ ഫുൾ അടിച്ചില്ല? നിന്നോട് ഫുൾ അടിക്കാൻ പറഞ്ഞല്ലേ? എന്റെ നിച്ചു, ഞാൻ ഫുൾ അടിച്ചതാടി. നമ്മള് പോണേന് തലേന്ന് എല്ലാം റെഡി മണിയായി വെച്ച ഞാന്. പിന്നെ എന്ത് പെട്ടെന്ന് പിന്നെ കാർ ഇപ്പോഴല്ലേ എടുത്തത്? ഇതെന്ത് കാറിന് പറ്റിയേ? ഫ്യൂവല് തീർന്നു. അതിനെ ഇത്രമാത്രം ഓടിച്ചോ? ഇതിന് ഫുൾ ടാങ്ക് അടിച്ചിട്ടല്ലേ ഞാൻ വന്നത്. എന്റെ പൊന്നാടി, നിന്നോട് ഞാൻ എപ്പോഴും പറയണതാണ് ഈ പറട്ട വണ്ടി മാറ്റാൻ. ഞാൻ എപ്പോഴും പറയണത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോ ഈ വണ്ടി ഇതേപോലെ അങ്ങ് നിൽക്കും. നിന്നോട് എപ്പോഴും പറയണതാണ് നമ്മുടെ പറട്ട വണ്ടി. അവൻ ഡീസൽ അടിച്ചു, എവിടെ അടിച്ചു ആർക്കറിയാം ഫുൾ അടിച്ചിട്ടോന്ന്. എന്റെ പൊന്നമ്മോ, നീ നിർത്തിക്കോ. ഒന്നാമത് നീ പ്രാന്ത് പിടിച്ചിക്കാം. പിന്നെ എന്റെ വണ്ടിയെ കുറിച്ച് നീ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, നിന്നെ അടിക്കും ഞാൻ വന്നിട്ട്. ഈ വണ്ടി കാലം നിനക്ക് എവിടെയെങ്കിലും നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോടി? ഓ, ഒന്ന് രണ്ടും നിർത്തിക്കേ. ഇത് തല്ല് പിടിക്കാനുള്ള സമയമില്ല. ഇതൊരു കാടാണ്, രാത്രിയാവും. നിങ്ങൾ ചുറ്റുപാട് നോക്ക്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പോലും ഒന്നും അറിയില്ല. നിർത്ത്. നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തെടുക്കാനുള്ള വഴി ആദ്യം നോക്കാം പ്ലീസ്. ഓ, നീനു പറഞ്ഞാലെ ഞാനിപ്പോ നിർത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അമ്മൂനെ ഞാനിപ്പോ ശരിയാക്കിയാ. എന്ത് ചെയ്യടാ? നീ മൂക്കി കേട്ടോ? അങ്ങോട്ട് വാ നീ. നീ ഇന്നെന്ത് ചെയ്യാ? ഡേ അമ്മു, നിർത്തിക്കോ. നിനക്ക് ഇപ്പൊ എന്തേലും കിട്ടും. പരിസരം നോക്കി. പരിസരം നോക്ക്. രാത്രി കാട്. അമ്മു, സ്ലോ. നമുക്ക് വീട്ടിൽ പോയി തല്ലുണ്ടാക്കാം. എന്താ നടക്കും മോളെ? ഓക്കെ, പക്ഷെ നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയാ? എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒറ്റ വഴിയില്ല. എന്തായാലും നമ്മൾ നടന്ന് നീങ്ങണം. ഈ കാറ് നമ്മളെ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പോ നമ്മള് സാറ് നമുക്ക് മാപ്പ് അയച്ചു തന്നിട്ടില്ലേ? അതെടുത്ത് ഇങ്ങോട്ട്. ഇനി നമുക്ക് വഴി കാണിക്കാൻ ഈ മാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാരും സൂക്ഷിച്ചു കണ്ടൊക്കെ നടക്കാം. കാടാണ്, പല വന്യമൃഗങ്ങളും എല്ലാം ഉണ്ടാവും. ദയവ് ചെയ്ത് എന്റെ പൊന്നമ്മു നിന്നോട് ആ തൊള്ള അടച്ചു വെക്ക്. എന്തായാലും വന്യമൃഗങ്ങൾ നിന്നെ ഒന്നും ചെയ്യത്തില്ല. എന്നിട്ട് തൊള്ളകാരൻ അവറ്റങ്ങൾ തന്നെ പേടിച്ചോളൂ, അത് വേറെ കാര്യം. പക്ഷെ എങ്കിലൊന്നും മിണ്ടാണ്ടിരിക്കും. കാടാ, നമുക്കറിയാത്ത പരിസരമാണ്. അമ്മു കേട്ടല്ല എല്ലാവരോടും കേട്ടോ. ഞാൻ മിണ്ടത്തില്ല. ഞാനൊന്നും മിണ്ടില്ല. നിങ്ങള് എന്നോട് എന്തെങ്കിലും ചോദിക്കാം, അപ്പൊ മാത്രം ഞാൻ മാത്രം പോരാ. അത് പോരാ. That's
ദാറ്റ്സ് മൈ ഗേൾ. ആ പിന്നെ ഈ മാപ്പിൽ നമുക്ക് ലെഫ്റ്റിൽ പോണ വഴിയാണ് കാട്ടിയിരിക്കണേ. വാ നമുക്ക് എന്തായാലും ലെഫ്റ്റിലോട്ട് പോയി നോക്കാം. അങ്ങനെ ഗൂസ് അവരെല്ലാം ആ കാട്ടിൽ കൂടെ നടക്കാൻ തുടങ്ങി. കാട്ടിൽ ഇങ്ങനെ വന്യജീവികളുടെ ശബ്ദം എങ്ങനെ പലതരങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ ആൾക്കാരുടെ ധൈര്യം സംബന്ധിച്ച് ആ വഴി കൂടെ വീണ്ടും നടക്കാൻ തുടങ്ങി. എടി എടി ജിയെ അങ്ങോട്ട് നോക്കിയടി, അവിടെ എന്തൊരു പുക, അത് എന്താണ്? അതെന്തൊരു പുക ഗായ്സ്, അവിടേക്ക് നോക്കി, അവിടെ എന്തൊരു പുകയൊക്കെ. ഇനി എന്തിട്ടാണ്? നമുക്ക് തിരിച്ചു പോവാ, എനിക്ക് പേടിയാവണു. അയ്യോ, പോണവർക്ക് ഇപ്പൊ പോവാം, ഞാൻ എന്തായാലും വരത്തില്ല. എന്തായാലും ഈ കാടുമെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും നമ്മൾ ഇവിടെ വന്ന സ്ഥിതിക്ക് എന്തായാലും കണ്ടെത്തിയിട്ട് പോയാ മതി. നിങ്ങൾ പൊടി പോ, ഞാൻ പോവാ. എന്തായാലും വേണമെങ്കിൽ പുറകെ വന്ന പേടിയുള്ളവരെ പുറകെ നിന്നോ, അത് വേറെ കാര്യം. ഓ താലി പറയണേ, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പേടിയുള്ള ഈ പറയണത്. എന്തായാലും നിന്റെ ആഗ്രഹല്ലേ, ഫസ്റ്റ് കയറി നടക്കുന്നു, പേടിക്കാണ്ടിരുന്നാ മതി കേട്ടോ. എന്റെ പൊന്നിനേലും എന്തുവാടി ഈ പെണ്ണിനെയും കൊണ്ട് നീ എന്തിനേക്കാ കീറണേ? അത് അവിടെ ഒരു പൂച്ച. സോറി, ഞാൻ വട്ടനാടിപ്പിന് പേടിച്ചതാ, സോറി. നീ മതി കേട്ടോ ധൈര്യശാലിനി. എന്തായാലും ബാക്കി വന്ന് നിക്ക്. ഈ മൂന്നെണ്ണത്തിനും കൂടി വാ, മൂന്നെണ്ണത്തിനും കൂടും വാ അടച്ചു വെച്ചോളണം. വാ നീച്ചു, നമുക്ക് എന്തായാലും ബസ് നടക്കാം. അല്ലടാ ഇത് ഈ വഴിക്കൂടെ കൊറേ നേരമായില്ലേ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. ഇത് എത്തണില്ലല്ലോ, ഇത് എന്ത് ലോങ്ങാ. പക്ഷെ മാപ്പിൽ ഏറ്റവും ഷോർട്ട് ആയിട്ടല്ലേ ഈ വഴി കൊടുത്തേക്കണത്. പിന്നെ നമ്മൾ നടക്കുമ്പോ ഇത്ര ലോങ്. ഇതെന്തത്? ഇത് ശരിക്കും ഈ വഴി തന്നെയാണോ? ഇത് പേടിയാവണ്ടട്ടാ. കാര്യം ശരിയാ, മാപ്പില് കുറച്ച് ഷോർട്ടായിട്ട് കൊടുത്തേക്കണം. പക്ഷെ നമ്മൾ നടക്കുമ്പോ എന്ത് ലോങ്ങാ. എന്തായാലും നീ മിണ്ടാടിക്ക്, ബാക്കിൽ മൂന്നെണ്ണം വരുന്നുണ്ട്. അവറ്റങ്ങള് പേടിത്തൊണ്ടികളെന്നറിയല്ലോ. നീ ഒന്നിന് പേടിക്കല്ല പൊന്നു നിച്ചു, എനിക്കും പേടിയാ. നീയുള്ള ധൈര്യത്തില് ഞാനും ഈ നടക്കണത്. സാരില്ല, എന്തായാലും നമുക്ക് എന്തായാലും അവിടെ എത്തിച്ചേരാൻ പറ്റും. പേടിക്കാതെ വാ. എനിക്ക് വയ്യ ഗായ്സ് നടക്കാൻ. എനിക്ക് എന്താ അറിയില്ല, തലയൊക്കെ വേനിക്കണു. എനിക്ക് വയ്യ. ജിയ എന്ത് പറ്റിയടി? എന്താ നിനക്ക്? കുറച്ച് വെള്ളം തരാം, എനിക്ക് വയ്യ. എനിക്ക് എന്തൊക്കെയൊക്കെ പോലെ തോന്നണു. ആദി ആ വെള്ളം ഉണ്ടോ കയ്യില്? വെള്ളം എടുത്തേ, അവർക്ക് ദാഹിച്ചിട്ട് വയ്യാന്ന്. ആ ജിയ എന്നാ കുടിക്ക്, മെല്ലെ കുടിച്ചാ മതി. ഇപ്പൊ ഓക്കെയാണോടി? ഇപ്പൊ എങ്ങനെയുണ്ട്? അല്ല നിച്ചു, നമുക്ക് ഈ നാളെ നടന്നാ പോരെ? നമുക്കിനിയിപ്പൊ വിശ്രമിക്കണം. അവൾക്ക് ഒന്നാമതിന് വയ്യാണ്ടായി. അവൾക്ക് ഇവിടെ വല്ലതും കിടക്കാൻ പറ്റിയ വീട് എന്തെങ്കിലും ഉണ്ടാവോ? അവൾക്കാണോ കിടക്കണ്ടേ നിനക്കാണോ കിടക്കണ്ടേ? അതാദ്യം പറയ്. ഒരു കട്ടിൽ കിട്ടി അവിടെ കയറി കിടക്കണവളാണോ നീയേ? എന്റെ പൊന്നാടി, ഞാനിപ്പോ നിന്നോട് തല്ലു പിടിക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. നമ്മുടെ കൂടെ പിറപ്പിനെ കണ്ടില്ല അവസ്ഥ. മതിയടാ, എനിക്കും വയ്യ നിനക്കും വയ്യാന്ന മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ട് എന്തിനാ ആദ്യം തല്ലു പിടിക്കാൻ വരുന്നേ? കാര്യൊക്കെ ശരിയാ, എല്ലാവർക്കും വയ്യാണ്ടായി. ഇനി നമ്മളിനി ഇവിടെ ഒരു വീടുണ്ടാവാനുള്ള വഴിയുണ്ടോ? അവിടെ ഒരു വെളിച്ചം കാണണ്ടല്ലോ. നിങ്ങളൊന്നും അവിടെ പോയി, അത് വീടാണോ നീ? അത് അവിടെ ശരിയാ, അത് വീടാന്ന് തോന്നുന്നു. അതെല്ലാരും വായോ, നമുക്ക് എന്തായാലും അവിടേക്കൊന്നും പോയി നോക്കാം. ജിയ വായോ, നമുക്ക് എന്തായാലും ആ വീടാന്ന് തോന്നുന്നു അത് കണ്ടിട്ട്. നമുക്ക് എന്തായാലും അവിടെ പോയി കയറി ചോദിച്ചു നോക്കാം. ഇനി ഇവിടെ വല്ല വഴി ഉണ്ടോന്നോ അത് എവിടേക്ക് എൻഡിങ്ങെന്നോ എല്ലാം നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം. അതെ, അന്നെല്ലാരും വായോ. ഇതെന്താ ഗേറ്റോ? ഈ കുന്തീ തുറക്കാത്തെ? എന്റെ പൊന്നു ജിയ, നീ അങ്ങ് മാറിക്കോ. ഒന്നാമത് നീ വയ്യാണ് ക്ഷീണിച്ചല്ലേ നിക്കണേ. നിന്നെ കൊണ്ട് ഇതൊക്കെ പറ്റോ? എന്നിട്ട് മാറ്. ഈ ഞാൻ തുറന്നു തരാം, മാറു ഗായ്സ് അവിടുന്ന്. നിങ്ങളെല്ലാം നോക്കിക്കോട്ടോ, ഞാൻ എങ്ങനെ ഗേറ്റ് തുറക്കണേന്ന് നോക്കിക്കോ. അമ്മേ, ഈ ഗേറ്റ് എങ്ങനെ കണ്ടു തുറന്നേ? അയ്യോ, ഇത് വല്ല പ്രേതാലയാണോ? അയ്യോ, ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ തുറന്നേ? എന്തായാലും തുറന്നത് ആരോ കണ്ടാണ് തുറന്നത്. എന്തായാലും ഇവരുടെ മുമ്പിൽ ഞാൻ ഭയങ്കര പേടിത്തൊണ്ടിയായിട്ടല്ല നിക്കണേ. ഈ ഗേറ്റ് തുറന്ന രീതിയിൽ ഞാനൊരു ശക്തിമാനായുള്ള രീതിയിൽ നിക്കാം. എന്റെ പൊന്നു നീനു, നീ ഇതെങ്ങനെയാണ് തുറന്നേ? ഞങ്ങൾ പോലും ശ്രമിച്ചിട്ട് തുറക്കാൻ പറ്റിയിട്ടില്ല. നീ ഞങ്ങളെ കോംപ്ലൈന്റ് കുടിക്കണ്ടോടി? ഇതൊക്കെ എന്ത്? ഇതിലും വലിയതും തുറന്നിട്ടുള്ളതല്ലേ ഈ നീനു?
ആ മതി മതി പറഞ്ഞത്, വാ എന്തായാലും നമുക്ക് ആ വീടിന്റെ ഉള്ളിൽ നിന്ന് കേറി നോക്കാം. ആദി, ഇത് വീട് തന്നെയാണോ? ഇതൊരു പ്രേതാലയം പോലെ. എനിക്ക് പേടിയുണ്ട് ട്ടോ. ഇതെന്തത്? പക്ഷെ വീട്ടിൽ ലൈറ്റ് ഉണ്ടല്ലോ. ഇവിടെ ആൾതാമസമൊക്കെ ഉണ്ടോ? ഇവർക്കൊന്ന് വീടൊന്ന് ക്ലീൻ ആക്കിക്കൂടെ? ഇതെന്തത്? ഈ പുറത്തുനിന്നേ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ പേടിയാണെങ്കിൽ അകത്തേക്ക് വരുമ്പോ എന്താ അവസ്ഥ? അയ്യോ. എന്റെ പൊന്നു അമ്മു, പേടിച്ചത് പേടിച്ചു. നീ പേടിച്ചു എന്തിനാണേ ഞങ്ങളെ കൂടി പേടിപ്പിക്കണേ? ഒന്നാം തന്നെ ഇവിടെ വഴി ഏതാ ഇതേതാന്ന് അറിയാണ്ട് നിക്ക. നമുക്ക് എന്തായാലും ഇവിടുന്ന് പുറത്തുനിന്ന് കിടക്കണം. ഇനി എന്തായാലും ആ വീട്ടിലൊന്ന് കേറി നോക്കാം, ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കാം നമുക്ക്, എന്നിട്ട് നമുക്ക് പോവാം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരും ഇല്ലേ? പക്ഷെ ഉള്ളിൽ ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇതാ കഥക് തുറക്കാത്ത. ഇനി നമ്മള് കേറിച്ചില്ലല്ലോ. ആദി വേണ്ട, പരിചയമില്ലാത്ത വീടൊക്കെയാ. ഇതൊക്കെ ഏതാണാവോ? നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി വെക്കണ്ട. അപ്പൊ ഇവിടെ ഇനി ആരുമില്ല തോന്നുന്നു. അപ്പൊ നമുക്ക് എന്തെങ്കിലും തിരിച്ചെന്തെങ്കിലും പോവാം. ഹേയ് പിള്ളാരെ, ഒന്നവിടെ നിന്ന്. നിങ്ങളാരാ? നിങ്ങക്ക് എന്താ വേണ്ടേ? ഇതേതാണ് ഒരു കിളവന്റെ ശബ്ദം? ഞാനും നോക്കട്ടെ. ദേ ഒരു കിളവൻ നമ്മളെ വിളിക്കുന്നു. ഗായ്സ്, നോക്കൂ നോക്കൂ. എന്റെ പൊന്നമ്മു, കീപ് റെസ്പെക്ട്. അടങ്ങിയിരിക്കും നീ അവിടെ. നമുക്ക് എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കിട്ട് വരാം. മക്കളെ, നിങ്ങൾ എന്തിനാ ഈ നേരത്ത് ഈ സ്ഥലത്തേക്ക് വന്നത്? ആ മുത്തശ്ശ, ഞങ്ങൾ സിറ്റിയിൽ നിന്ന് വന്നതാ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഈ ഫോറസ്റ്റ് ഒക്കെ ഒന്ന് കാണാൻ വന്നതാ. അപ്പൊ ഞങ്ങൾക്കൊന്നു ഇതൊക്കെ ഭയങ്കര ഒന്ന് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ വന്നപ്പോ ഞങ്ങളുടെ കാറൊന്നു ഫ്യൂവല് തീർന്നു. അപ്പൊ ഞങ്ങള് വഴിയിലായി. അപ്പൊ ഞങ്ങൾ നടന്നപ്പോ കുറച്ച് ഇരുട്ടായി. അപ്പൊ ഞങ്ങക്ക് എങ്ങോട്ടേക്കാ പോണ്ടേന്ന് വഴിയൊന്നും അറിയില്ല. അപ്പൊ വല്ല വഴി ഇവിടെ വല്ല കിടക്കാൻ വലിയ സ്ഥലമൊക്കെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഈ സ്ഥലം അധികം ശരിയല്ലാന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? രാത്രിയിൽ ഇവിടെ ആരും വരവില്ല. അല്ല മുത്തശ്ശ, മുത്തശ്ശൻ ഇങ്ങനെ പറയണേ? ഞങ്ങക്ക് പേടിയാവണു. മുത്തശ്ശ, ഈ വഴിയൊന്ന് പറഞ്ഞു തരുമോ? എങ്ങനെ ഇത് പുറത്ത് കിടക്കാന്ന്? അല്ല മുത്തശ്ശ, മുത്തശ്ശൻ ഈ കൊട്ടാരത്തിൽ ഒറ്റയ്ക്കാണോ? അത് ഇത്ര വലിയ കൊട്ടാരത്തില്? അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? അല്ല മുത്തശ്ശ, മുത്തശ്ശൻ ഈ കൊട്ടാരത്തിൽ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ അതുമല്ല, ഈ കൊട്ടാരത്തിന് പുറത്ത് ഞങ്ങൾക്ക് കാണുമ്പോ ഇങ്ങനെ പേടിയാവുന്നു. ഇവിടെ ക്ലീൻ ഒന്നാക്കില്ല മുത്തശ്ശ. മുത്തശ്ശൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കണേ? ക്ലീനോ? ക്ലീൻ ആക്കാൻ ഇവിടെ വല്ലപ്പോഴൊക്കെ ക്ലീൻ ആക്കാറുള്ളൂ. ഇവിടെ പിന്നെ ഞാൻ മാത്രല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആരും ഇങ്ങനെ ക്ലീൻ ആക്കാനും ഇവിടേക്ക് ആരും വരാറുമില്ല. അല്ല മുത്തശ്ശ, അപ്പൊ മുത്തശ്ശനും മക്കളും പേരക്കുട്ടികളൊന്നുമില്ലേ? അവരൊക്കെ എവിടെയപ്പോ? അതൊക്കെ വലിയ കഥയാ മക്കളെ. നമ്മള് അവരെ നന്നായി വളർത്തി, പൊന്നുപോലെ വളർത്തി, അവരെ നല്ല നിലയിൽ എത്തിച്ചിട്ട് എല്ലാ മാതാപിതാക്കളെയും മക്കൾ എന്താണോ ചെയ്യുക അതേപോലെ തന്നെ എന്നെയും ചെയ്തു. എന്നെ ഈ കാട്ടുമുക്കിൽ ഉപേക്ഷിച്ചിട്ട് അവര് പോയി. പിന്നെ മുതല് ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി. അപ്പൊ മുത്തശ്ശൻ ഈ കാട്ടിൽ ഒറ്റയ്ക്കോ? അല്ല അപ്പൊ ഫുഡൊക്കെ എന്താ ചെയ്യണേ? അല്ല മുത്തശ്ശനിപ്പോ എന്തെങ്കിലും സംഭവിച്ച ആരെങ്കിലും അറിയോ? മുത്തശ്ശന് സിറ്റിയിലോട്ട് വന്ന അവളല്ല താമസിച്ചുകൂടെ? എന്തിനീ കാട്ടിൽ ഒറ്റയ്ക്ക്? എനിക്ക് കാടൊന്നും പേടിയില്ല മക്കളെ. ഈ കാട്ടിലുള്ള എല്ലാ ജീവികളും നമ്മുടെ പോലെ തന്നെയല്ലേ. അവർക്കും ആരുമില്ലാണ്ടല്ലേ അവരും ഈ കാട്ടിൽ വന്ന് നിക്കണേ. പിന്നെ ഫുഡൊക്കെ അതൊക്കെ വല്ല ഫ്രൂട്ട്സൊക്കെ നമ്മുടെ ഈ മരത്തിലൊക്കെ ഉണ്ടാകുമ്പോ കഴിക്കും, അത്ര തന്നെ. അല്ലാതെ എനിക്ക് അങ്ങനെ എന്ത് ഫുഡ്? ഇപ്പൊ വയസ്സായി വരല്ല ആയില്ലേ. ഞാനിപ്പോ പോയി കഴിഞ്ഞാ ആർക്കിപ്പോ എന്താ? അതുകൊണ്ട് എനിക്ക് ഫുഡൊന്നും അങ്ങനെ ഇറങ്ങില്ല മക്കളെ. ഈ ഫ്രൂട്ട്സും കഴിച്ച് ഇങ്ങനെ നിക്കണു. പിന്നെ ഇവിടെ എനിക്ക് കൂട്ടായിട്ട് ആനയും പട്ടികളും എല്ലാം ഇല്ലേ. ഇവരെല്ലാം എന്റെ മക്കളെ പോലെ തന്നെയാ. എന്താ? ആരെയോ? You mean elephant? മുത്തശ്ശൻ അതിനൊന്നും പേടിയില്ല മുത്തശ്ശ. ഞങ്ങള് വരുന്ന
ലോകത്ത് ഏറ്റവും പേടിക്കേണ്ടത് മൃഗങ്ങളെയല്ല മക്കളെ, ഈ മനുഷ്യരെയാണ്. മൃഗങ്ങളെ നമ്മൾ സ്നേഹിച്ച നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷേ മനുഷ്യര് സ്വഭാവം മാറി കളിക്കണവരാ. ഏത് സമയം വേണമെങ്കിൽ പിന്നീന് കുത്തലും എല്ലാം ചെയ്യും മക്കളെ. അത് നിങ്ങൾ ആലോചിക്കണം. ആരെയും കണ്ണടിച്ച് വിശ്വസിക്കരുത്. ഇങ്ങനെ ഇത് എന്തൊക്കെയാടി പറയണേ? ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങള് മൃഗങ്ങളെക്കാട്ടും മനുഷ്യരെ പേടിക്കണമെന്നോ? എന്തൊക്കെയാ പറയണേ? എന്റെ അമ്മു, കാര്യം മുത്തശ്ശൻ പറയണ ശരിയാ, മനുഷ്യരാണ് പേടിക്കേണ്ടത്. പക്ഷെ അതും ശരിയാ. ഇപ്പൊ അവിടെ പറയേണ്ട കാര്യം എനിക്ക് മനസ്സിലായില്ല. ഓ, ചിലപ്പം മക്കളുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞതായിരിക്കും. മുത്തശ്ശൻ ഒറ്റയ്ക്കല്ലേ? ഓ ശരിയാ, പാവം മുത്തശ്ശന്റെ ആ മക്കളൊക്കെ എന്ത് ദുഷ്ടരാ. മക്കളെ, ഇനി പുറത്തു നിന്ന് സംസാരിക്കണത് നമുക്ക് നിർത്താം. കൊറേ ആയില്ലേ. ഇനി ഇവിടെ നിക്കണത് സേഫ് അല്ല. ഇനിയാണ് അവരുടെ വരവ്.